ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇക്കുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇക്കുക്കുട്ടന് 3 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇക്കുക്കുട്ടനൊരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞാലോ നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ഇക്കുമോനെ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് വേണ്ടേ മോനെ? കേക്ക് വേണ്ടേ? അപ്പോൾ ഇന്ന് ഇക്കുക്കുട്ടൻ്റെയും ഞങ്ങളുടെയും കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചിങ്ങം ഒന്നും കൂടെയാണ്. ഈ ചിങ്ങം ഒന്നായതുകൊണ്ട് തന്നെ മേക്കപ്പ് വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വർക്കിന് പോകും. അപ്പോൾ അത് കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ ഇക്കുക്കുട്ടന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കും. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും സമയം ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് പോകണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി റെഡിയായി പോകാമെന്നാണ് വിനുവും പറയുന്നത്. ഞാൻ ഇക്കുവും വിനുവും കൂടെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തരാം കേട്ടോ. അത് ലിപ്സ്റ്റിക് അല്ല, അത് ഐഷാഡോ വേണോ? ഐഷാഡോ വേണോ? അമ്മ കയറട്ടെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ കാറിൽ കിടന്ന് വീണ്ടും ഇക്കു ഉറക്കമായി. വിനു ഓഫീസിൽ പോയി. അപ്പോൾ ഞാനും ഇനി ഇക്കുവിനെ കൊണ്ട് കിടത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വർക്കിന് പോകും. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രൈഡ്. ഞാൻ ആളുടെ ഹെയർ ക്രിമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയർ സ്റ്റൈലിംഗ് കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് ഞാൻ ബ്രൈഡിനെ റെഡിയാക്കി വിട്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളുടെ ബർത്ത്ഡേക്കുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി. കേക്കൊക്കെ വാങ്ങാനായിട്ട് പോകാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൊഴിയൂരുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന് പ്ലാൻ ചെയ്തിരുന്നത്. കേക്ക് വാങ്ങാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഞങ്ങൾ വിളിച്ചിരുന്ന എല്ലാവരും എത്തി. അധികം ഡെക്കറേഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബലൂൺസ് മാത്രം ഊതി വീർപ്പിച്ച് അവിടെ ഒട്ടിച്ചു. ഇക്കുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞങ്ങൾ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്രാവശ്യം വിനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവരെയും വിളിച്ച് ഇക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാ, അത് അവന് ഭയങ്കര സന്തോഷം നൽകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരെല്ലാവരും എത്തുകയും ചെയ്തു. ഇക്കുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അധികം കോസ്റ്റ്ലി ഒന്നും ആവാത്ത ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത്. വിഷമിച്ചിരുന്ന ഇക്കു കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവൻ വേലത്തരത്തിൻ്റെ ആശാനാണെന്നാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഇവിടെ വെച്ചാണ് കേട്ടോ. നൈറ്റൊക്കെ നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഇക്കുമോൻ്റെ 3ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ബൈ.